ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഈ സ്റ്റെയർ കേസ് പ്ലാൻ ചെയ്യാൻ പറയാം. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഒരു യു ടൈപ്പ് സ്റ്റെയർ കേസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പം എൽ ടൈപ്പ് കൊടുക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് എൽ ടൈപ്പ് കൊടുത്ത പ്രശ്നം എന്താ വരിക എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് പ്രോപ്പർ സ്പേസിംഗ് ഇല്ല. അതായത് ഇപ്പോൾ മേ ബി എനിക്ക് 13 നമ്പർ ഓഫ് റൈസ് കൊടുക്കണമെങ്കിൽ അത്രയും സ്പേസ് നമുക്ക് ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് യു ടൈപ്പ് സ്റ്റെയർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. റൂൾസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് വേണ്ടത് ഞാൻ റെക്റ്റാങ്കിൾ എടുത്തിട്ട്, അതായത് ഇവിടെ ഒരു ലാൻഡിങ് ഉണ്ടാവും. ലാൻഡിങ്ങിൻ്റെ സൈഡ് ഞാൻ ഇപ്പം 120 കൊടുത്തു. ഇനി അതേപോലെ തന്നെ ഇവിടെ ഒരു ലാൻഡിങ് ഉണ്ടാവും. അപ്പം റെക്റ്റാങ്കിൾ എടുക്കാം. റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഫസ്റ്റ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഡയറക്ഷൻ കാണിച്ചിട്ട് 120 ടാബ് 120 കൊടുത്തു. അപ്പോൾ എന്തായി, ഇവിടെ എനിക്ക് 2 ലാൻഡിങ് കിട്ടിയിട്ടുണ്ട്. ലാൻഡിങ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഈ ലൈൻ, ഈ 2 ലൈൻ എനിക്ക് ആവശ്യമില്ല. പിന്നെ ഇവിടുത്തെ ഈ 2 ലൈൻ ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തു. അടുത്ത വേണ്ടത് നമുക്ക് ഇവിടെ സ്പേസ് ഫില്ല് ചെയ്യണം. സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീടിൻ്റെ ഡിസൈൻ ഒരു പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് പ്രകാരം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ റൂമിൻ്റെ സൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. 330 ആണ്. 330ൻ്റെ അകത്ത് നിന്ന് 120 പോയി. ഇനി ബാക്കിയുള്ള സ്പേസിങ് 90 ആണ്. ഈ 90ൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ലൈന് ജസ്റ്റ് ഒന്ന് ഓഫ്സെറ്റ് ചെയ്യും. അപ്പോൾ ഓഫ്സെറ്റ് ചെയ്തിട്ട് ഞാൻ ഡിസ്റ്റൻസ് മേ ബി നമുക്ക് ത്രെഡിൻ്റെ ഡിസ്റ്റൻസ് 30 ആണ് വരുന്നത്. ഒന്ന് ഇവിടെ കൊടുത്തു, മറ്റേത് ഇവിടെ കൊടുത്തു. ഇനി അടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഓൾറെഡി ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ലൈൻ വെച്ചിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടുത്തെ ടോട്ടൽ എത്ര നമ്പർ കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ ടോട്ടൽ നമ്പർ 4 വന്നിട്ടുണ്ട്. ലൈൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്ത് നോക്കി, ടോട്ടൽ 4 വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റൈസർ എനിക്ക് 20 ആണ് വേണ്ടത്. എങ്ങനെ 20 വന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഒന്നുമില്ല, സിമ്പിൾ ഡിവിഷനാണ്. അതായത് റൂഫ് ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് ഞാൻ 300 കൊടുത്തിട്ടുണ്ട്. ഈ 300 കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്ത് ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്തത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് റൈസർ ഹൈറ്റ് ആണ്. മാക്സിമം റൈസർ ഹൈറ്റ് ഞാൻ 15 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 20 നമ്പർ കിട്ടും. ആ 20 നമ്പറിൽ 4 ഇവിടെ പോയി. ഈ ബാക്കി 16 ആണ്. അതായത് ഇവിടെയും ഉണ്ടാവും, പിന്നെ സംഗതി ഇവിടെയും ഉണ്ടാവും 16. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ 8ൻ്റെ 2 കൊടുത്തു. 8ൻ്റെ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 16 വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ ഇതും സെലക്ട് ചെയ്തു, ഇതും സെലക്ട് ചെയ്തു. ചെയ്യേണ്ടത് കോപ്പിയിൽ കയറാം. ബേസ് പോയിന്റ് പിക്ക് ചെയ്തിട്ട് അറയിൽ കയറി. ഇനി ചെയ്യേണ്ടത് എന്ത് ചെയ്യാം, എത്ര നമ്പറുണ്ട്, 8 നമ്പേഴ്സ് ഉണ്ട്. സ്പേസിങ് എത്ര ഉണ്ട്, 30 ഉണ്ട്. ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. ഇനി ഇതെന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യം ലൈൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇങ്ങോട്ട് വരയ്ക്കാം, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ 3 ലൈൻ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കി, ടോട്ടൽ 20 നമ്പേഴ്സ് തന്നെ